നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 769. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇപ്പം നമ്മൾ 36 സർഗം സിദ്ധി വർണ്ണനം, എന്തൊക്കെ തരം സിദ്ധികളുണ്ട് എന്ന് അതിഗഹനമായൊരു വേദാന്ത പ്രകടനം, വേദാന്തങ്ങളുടെ പ്രകടനമാണ്, ഘോഷമാണ്. അതിൽ 45 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്, 45. അതെന്തായിരുന്നു? മൂർധാവിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചുടൽ വെടിഞ്ഞിടും. ഈ പ്രാണനെ ഷടാധാരങ്ങൾ ഭേദിച്ച് സഹസ്രാരപത്മത്തിൻ്റെ കർണികാമധ്യത്തിൽ കൂടി ശിഖി, അതാണ് ഈ ശിഖ കുടുമ, ആ മൂർധാവിലൂടെ ലക്ഷ്യത്തിലെത്തിച്ച് ഉടൽ വെടിഞ്ഞിടും. ഈ ശരീരത്തിനെ വീഴ്ത്തുക. ദേവോദ്യാനത്തിലും വെടിഞ്ഞിടും, ദേവോദ്യാനത്തിലും മറ്റും വിഹരിപ്പാൻ കൊതിപ്പവൻ. ദേവന്മാരുടെ ഉദ്യാനത്തിൽ ലാത്താൻ, ഉല്ലസിക്കാൻ സാധിക്കുന്നവൻ്റെ കാര്യമാണ് പറഞ്ഞതൊക്കെ. എന്നിട്ടോ അടുത്തത്, സത്വം എൻ മൂർത്തി എന്നുള്ളിൽ ഓർക്കേണം. സത്വം, ഈ ജീവൻ എൻ്റെ മൂർത്തി എന്നുള്ളിൽ ഓർക്കണം. ജീവൻ, സത്വം എന്ന് പറഞ്ഞാൽ ജീവൻ അല്ലെങ്കിൽ ബ്രഹ്മം, എന്താണെങ്കിൽ ആവാം. ജീവൻ സത്വം എൻ മൂർത്തി എന്നുള്ളിൽ ഓർക്കേണം. സത്വവൃത്തികൾ പെൺമണികൾ വന്ന് അമ്പാൽ സ്നേഹത്തോടുകൂടി വിമാനങ്ങളിലേറ്റിടും. ദേവസ്ത്രീകൾ വന്നിട്ട് നമ്മളെ കൈ പിടിച്ച് പ്ലെയിനിൽ കയറ്റുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ എയർ ഹോസ്റ്റസ്മാരിലൊക്കെ ഓരോ കമ്പനിക്കാർ വൃത്തിയായിട്ട് നടത്തുന്നത്. ഇത്ര വിഷയമോ. ഈ പിന്നെ പറയണു, സത്യസങ്കൽപ്പനാം ഞാൻ എന്നോർത്തുറച്ചു ഭജിപ്പവൻ. സത്യസങ്കൽപ്പൻ, അണുയിടയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ കണ്ട് നന്മകൾ ക്രോഡീകരിച്ച് തരും ഭഗവാൻ. നമ്പണം, വിശ്വസിക്കണം. സത്യസങ്കൽപ്പനാം ഞാനെന്നോർത്തുറച്ചു ഭജിപ്പവൻ. സങ്കൽപ്പിക്കുവതെന്തും, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന പറഞ്ഞതേ. ശ്രീകൃഷ്ണ കഥാമൃതവും ഭാഗവതവും ഒന്ന് തന്നെയാണ്. ഇതിൽ കുറെ കൂടി എന്താണെന്ന് പറയുക, മറ്റ് വേദാന്ത പ്രകരണങ്ങൾ ഈ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് കൂട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ സങ്കൽപ്പിക്കുവതെന്തും സാധിച്ചിടും അസംശയം. ഞാൻ ഓരോ ദിവസം പറയണത് തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംഭവിച്ചിട്ടുള്ളതൊക്കെ ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്, എൻ്റെ കഴിവല്ല. മനസ്സിലായില്ലേ? സർവസ്വാതന്ത്ര്യവും സർവനിയന്ത്രിത്വവും മാറുന്നുടൻ. നമ്മൾക്ക് സർവസ്വാതന്ത്ര്യവും സർവനിയന്ത്രിത്വവും മാറുന്നുടൻ. എന്നെത്താൻ ഓർക്കയാൽ എന്നോടെത്രയും സാമ്യമാർന്നവൻ. എപ്പോഴും ഭഗവാനെ പറ്റി വിചാരിക്കുമ്പോൾ ഭഗവാനെ പോലെ ആവുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. സർവസ്വാതന്ത്ര്യവും സർവനിയന്ത്രിത്വവും മാർന്നുടൻ എന്നെത്താൻ ഓർക്കയാൽ എന്നോടെത്രയും സാമ്യമാർന്നവൻ. ഹരേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരിക്കലും ഈശ്വരനെ മനസ്സിൽ നനച്ചിട്ടില്ലെങ്കിലത്തെ കാര്യം എന്താ? വലിയ മോശ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങെങ്ങളയിലും
ഓരോ ദിവസം ഓരോ സ്ഥലത്ത് നമ്മൾ പോയി പെട്ടാലും ഈശ്വരൻ നമ്മളെ കാത്തു രക്ഷിക്കാനുണ്ടാവും. എങ്ങണയിലും കൽപ്പിക്കലും കൈകൊള്ളും ഏവനും. കാരണം എന്താ? എല്ലാവരിലും ഈശ്വരീയതയുണ്ട്. ഈശ്വരീയത ഉള്ളവർക്ക് ഈശ്വരീയതയുള്ളവരെ മാത്രമേ കാണാൻ പറ്റൂ. ഈശ്വരീയത ഇല്ലാത്തവർക്ക് ഈശ്വരീയത ഇല്ലാത്തവരെ കാണാൻ പറ്റുള്ളൂ. അതിന് വലിയ ഉദാഹരണമാണ് ദുര്യോധനനും ധർമ്മപുത്രനും. ധർമ്മപുത്രോട് പറഞ്ഞു, കുറച്ച് സബ്സ്റ്റാൻഡേർഡായിട്ടൊരാളെ കണ്ടുപിടിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി വന്നിട്ട് പറഞ്ഞു, എല്ലാവരും പരിപൂർണന്മാരാണ്. ഇതന്നെയാണ് ദ്രോണർ ആരോട് പറഞ്ഞത്? ദുര്യോധനനോട്. കുറച്ച് മര്യാദയുള്ള ആൾക്കാരെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരവരുടെ കാഴ്ചപ്പാട് കൂടെ അല്ലേ നമ്മൾ കാണുന്നത്. അതിനാണ് ധാർമ്മികമായ കാര്യങ്ങളെ അപഗ്രന്ഥിച്ച് ധർമാനുഷ്ഠാനത്തിന് പ്രേരണയോട് കൂടിയിട്ട് ജീവിക്കണം നമ്മൾ. അപ്പോൾ എങ്ങണകിലും കൽപ്പിക്കലും കൈകൊള്ളും ഏവനും ഭക്തിയാലുള്ളം അത്യന്തം ശുദ്ധമാകില്ലറിഞ്ഞിടാം. ഇതിന് ഞാൻ വളരെ ബ്ലെസ്സഡാണ്. അതായത് കഴിഞ്ഞ സുനാമി സമയത്ത് എനിക്ക് ഗുരുവായൂർ എന്താണ് പറയുക, മറ്റേ ഭട്ടതിരി ഹാളിൽ ഒരു പ്രഭാഷണം കിട്ടി. എല്ലാ പ്രഭാഷണത്തിനും എൻ്റെ കണ്ണ് കാണാത്ത പെങ്ങളും എല്ലാവരും പുറപ്പെടും. കാരണം എന്താ? ഫ്രീ ക്വാർട്ടേഴ്സാണ്. ഒരു ക്വാർട്ടർ കിട്ടും, ഒരു 3 ബെഡുള്ള ഒരു ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പോൾ ആണുങ്ങൾ ഒരു റൂമിൽ, പെണ്ണുങ്ങളൊക്കെ റൂമിൽ, ഒരു എക്സ്ട്രാ റൂം ഞങ്ങൾ എടുക്കും. അപ്പോൾ ചിലവർ പരിചയക്കാർ ഉണ്ടാവും, പെങ്ങളെ കൊണ്ടേ തൊഴിക്കാം. തൊഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും പോവും അവരുടെ ഒപ്പം. കാശ് കൊടുത്തിട്ടല്ല കേട്ടോ. ഞാനൊരു ആചാര്യം എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ഞാൻ ഇന്നേ വരെ അങ്ങനെ പോവില്ല. പക്ഷേ പ്രഭാഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം സ്ഥലം വിടാൻ പറ്റിയില്ല. ഭയങ്കര വെള്ളക്കെട്ട്. ഒരൊറ്റ ആൾക്ക് വരാൻ പറ്റില്ല ഗുരുവായൂർക്ക്. 4 പുറം വെള്ളം. എല്ലാം ശുഷ്കിച്ചത്. പായസമൊക്കെ 1 ലിറ്റർ പാലുണ്ട്. പാല് ലോറി വന്നാലല്ലേ, മിൽമ വന്നാലല്ലേ പായസം വയ്ക്കാൻ പറ്റുള്ളൂ. അന്ന് ഞാനും മിസ്സിസും എത്ര പ്രാവശ്യം കയറി തൊഴുതണതെന്ന് അറിയില്ല. കാരണം ഒരാളുമില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, കാരണം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേവസ്വം നോട്ടീസ് ഒട്ടിച്ചു, കറണ്ടില്ല, ജനറേറ്റർ ഡീസലില്ല, ബർമ ഷെല്ല് കിട്ടില്ല, അതുകൊണ്ട് വെള്ളം അടിക്കാൻ പറ്റില്ല, കക്കൂസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു എക്സ്ട്രീം ഇതിലേക്കാണ് പോകുന്നത് എന്ന് പറയണം. അപ്പം ഞങ്ങളിങ്ങനെ വിഷമിച്ച് ആ കിഴക്കേ നടയിലൊരു ബെഞ്ചിലിങ്ങനെ ഇരിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 10 ആൾക്കാർ, അവിടുത്തെ ലോക്കൽ ആൾക്കാർ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ, ഒരു കുഴപ്പമില്ല. അതാരാ പറഞ്ഞയച്ചത്? ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയിട്ട് എൻ്റെ ഭക്തന് കുടുംബസമേതം താമസിക്കാനുള്ള സ്ഥലം കൊടുക്കാണ്ടിരിക്കുമോ ഭഗവാൻ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര ആൾക്കാരേനെ അതിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞു, ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് നേരം വെളിച്ചാകുമ്പോൾ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരാം എന്നായി. വേണ്ടി വന്നില്ല. അതാണ് സംഗതി. അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങണയിലും കൽപ്പിക്കലും കൈക്കൊള്ളും ഏവനും. നമ്മളെ സ്വീകരിക്കാൻ എത്രയോ ആൾക്കാർ തയ്യാറായിട്ട് നിർത്തുകയാണ് ഭഗവാൻ. എന്നിട്ടോ, ഭക്തിയാലുള്ളം അത്യന്തം ശുദ്ധമാകില്ലറിഞ്ഞിടാം. കാലത്രയത്തിലാം ജന്മമരണാദി സമസ്തവും. കാലത്രയത്തിലാം, ഗോവിന്ദ ഗോവിന്ദാന്ന് എഴുതിണ്ട് ഞാനവിടെ. കാലത്രയത്തിലാം ജന്മമരണാദി സമസ്തവും. ധ്യാനനിഷ്ഠനും യോഗദേഹമഗ്നാദിബാധകൾ ഏൽക്കില്ല എന്ന്. എന്താ പറഞ്ഞത്?
ധ്യാനനിഷ്ഠന്, ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് യോഗദേഹം അഗ്നിയാദിബാധകൾ, വെള്ളം കൊണ്ടോ തീ കൊണ്ടോ ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ? ഈ പഞ്ചഭൂതങ്ങളുടെ നിയാമകനാണ് ഭഗവാൻ. ആ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ശരിയാണ്. ഇനിയും ഞാൻ വളരെ ആശിച്ച് മോഹിച്ചിട്ടാണ് ദോംബിവിലിയിൽ ഒരു ഫ്ലാറ്റ് എടുത്തത് 88. 92 4 കൊല്ലം താമസിച്ച് ഒരു പിന്നെ എത്ര അതായത് 81,000 റുപ്യ ഞാൻ ബാങ്കിൽ അടച്ചിട്ടുണ്ട് 4 കൊല്ലം കൊണ്ട്. പക്ഷേ ഞാൻ എന്തു കൊടുത്തു അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പറയുമ്പോൾ ആ കൊല്ലമാണ് ദോംബിവിലിയിൽ ഹോം പ്ലാറ്റ്ഫോം വരുന്നത്. 1-2 വർഷത്തിന് ശേഷം 2 times 3 times ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ, നമുക്കതുകൊണ്ട് യോഗമില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചില പണം അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കാലം കയ്യിൽ കുറച്ചൊരു പാൾട്രി എമൗണ്ട് കിട്ടി. അത് കയ്യിൽ കാശിരുന്ന ആർക്കാണെങ്കിലും ചിലവാകാണ്ടിരിക്കില്ല. അത് ചിലവാവണതിൻ്റെ മുമ്പ് നാട്ടിലൊരു 54 സെൻറ്റ് സ്ഥലം വാങ്ങാൻ സാധിച്ചു. അതാണ് ഇപ്പോൾ ഞാൻ ഈ കുരുവമ്പലത്ത് 92 വാങ്ങിയ സ്ഥലം. അതോ 1750 റുപ്യ സെൻറ്റിന്. തൊട്ടടുത്ത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അളിയൻ 16 റുപ്യയ്ക്കാണ് വാങ്ങിയത്. കാരണം എന്താ, ഈ പ്രോക്സിമിറ്റി ഓഫ് ടെമ്പിൾ ആർക്കും ഇഷ്ടമല്ല. കാരണം എല്ലാവരും മത്സ്യമാംസം കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അതിലൊരു എസ്കേപ്പാണ്. അപ്പോൾ എല്ലാം കൂടി ഭഗവാൻ അറിയാത്തൊരു കാര്യമില്ല. ആരെ എപ്പോൾ എങ്ങനെ സഹായിക്കണം എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പോൾ അത് അർഹിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാനെ പറ്റി അറിയണ്ടേ. അപ്പോൾ 95 തന്നെ ഭഗവാൻ എനിക്ക് ഒരു കാരണവരെ അയച്ചിട്ട് എനിക്ക് ഉപദേശമൊക്കെ കിട്ടി, ഭാഗവതാചാര്യനാക്കി വെച്ചു എന്നെ. അല്ലാണ്ട് ദുഷ്ടന്മാർക്ക് ഭഗവാൻ ഹെൽപ്പ് ചെയ്യില്ല എന്നറിയാലോ. അപ്പോൾ ദേഹം അഗ്നിയാദിബാധകൾ ഏൽക്കാ വെള്ളത്തിൽ വാണിയിടും ജലജന്തുക്കൾ പോലവേ. വെള്ളത്തിൽ ജീവിക്കുന്ന ജലജന്തുക്കൾക്ക് ഭയപ്പെടാണ്ടോ? ഇല്ല. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 51. ശ്രീവത്സഹാരാദിയും അവതാരങ്ങളോ വിളങ്ങുന്ന വിഭൂതി വായ്പോ ധ്യാനിച്ചിടും ഭക്തന് തോൽമയെന്നതൊരേടവും വന്നു പെടില്ല തെല്ലും. ഇനി എന്താ വേണ്ടത്? ഈ ഒരൊറ്റ ശ്ലോകം ശ്രദ്ധിച്ചാൽ മതി. ശ്രീവത്സഹാരാദിയും, ശ്രീവത്സത്തിനെയും ഭഗവാന്റെ വനമാലയെയും അവതാരങ്ങളോ വിളങ്ങുന്ന വിഭൂതി വായ്പ്. അപ്പോൾ ഭഗവാന്റെ വിഭൂതികളെപ്പറ്റി അയവിറക്കുന്ന ഒരു സാധകന് ധ്യാനിച്ചിടും, ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു ഭക്തന് തോൽമയെന്നതൊരേടവും, തോൽവി എന്നുള്ളത് ഒരു സ്ഥലത്തും സംഭവിക്കില്ല. വിജയിപ്പൂ സദാ വിജയിച്ചുകൊണ്ടിരിക്കും ജീവിതത്തിൽ. ധ്യാനിച്ചിടും ഭക്തനു തോൽമയെന്നതൊരേടവും വന്നു പെടില്ല തെല്ലും. ലവലേശം, ഒരു തലനാരഴയ്ക്ക് എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേഷൽത്രിംശ സർഗ. അങ്ങനെ 36ാമത്തെ സർഗം അവിടെ കഴിഞ്ഞു. ഇനി 37ാം സർഗം സിദ്ധികളുടെ നിസ്സാരത. ഇതുവരെ സിദ്ധികളെ പറ്റിയിട്ട് വർണ്ണിച്ചു ഭഗവാൻ. പിന്നെ പറഞ്ഞു സിദ്ധികളുടെ പിന്നാലെ പോവരുത്. കാരണം അഹങ്കാരത്തിന് പാത്രീഭൂതനാവും. ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ എന്ത് വേണം? സിദ്ധികളുടെ പിന്നാലെ പോകരുത്, ഭക്തിയുടെ പിന്നാലെ പോവുക. ഭക്തി നമ്മളെ എങ്ങോട്ടാണ് നയിക്കുക? ഭഗവാനിലേക്ക് നയിക്കും. പിന്നെന്തിനാ സിദ്ധികൾ? അപ്പോൾ 37ാം സർഗം. ഈ വണ്ണം എന്നെ ഉൾക്കാമ്പിൽ ഉപാസിക്കും മഹാമതി. ഏത് വരി എടുത്തോളൂ, ഉൾക്കാമ്പിൽ, ഉള്ളിൽ 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 എന്നാണ്, പുറമേ അല്ല പൂജിക്കേണ്ടതേ. ഉൾക്കാമ്പിലാണ് ഭഗവാനെ പൂജിക്കേണ്ടത്.
ഇതറിയാതെ കണ്ട ആൾക്കാർ അമ്പലം വെച്ചിട്ട് പൂജ തുടങ്ങും. എന്തിനാത് പറഞ്ഞു വിഷയോ? എന്നപ്പോൾ ഞാൻ എൻ്റെ എന്താണെന്നാ പറയുക, സർപ്പക്കാവ് ക്ഷേത്രമാക്കി മാറ്റി. അത് കാരണം എന്താ, ഞാനൊരു ആചാര്യനായിട്ട് പുറമെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സപ്താഹത്തിനും ദേവീ ഭാഗവതത്തിനും ഈ ശിവപുരാണത്തിനും ഉപയോഗിച്ച മൂർത്തികളെ വീട്ടിൽ വെച്ചിട്ട് ഷോക്കേസിൽ വെക്കാൻ എനിക്കിഷ്ടമല്ല. പിന്നെ പലവരും വരും പോവും, അപ്പോൾ ശുദ്ധം മാറും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സർപ്പക്കാവിന് ഒരു ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്ത് ഓടൊക്കെ മേഞ്ഞ് മുഖപ്പൊക്കെ ഉണ്ടാക്കി വാതിൽ വെച്ച് കമ്പി വല കൊണ്ട് അടച്ചു, നല്ല ഫ്രെയിമൊക്കെ ചെയ്തിട്ട്. അത് കാരണം ഐ ആം വെരി ഹാപ്പി. ദിവസേന വിളക്ക് വയ്ക്കും, 2 നേരം വിളക്ക് വയ്ക്കും, കടാവിളക്ക് മുക്കാലും. അതൊരു ആനന്ദം. അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും. കാലത്ത് ഗേറ്റ് തുറന്നാൽ ഇടത് ഭാഗത്തേക്ക് പോകണം. അപ്പോൾ എന്തു ചെയ്യും, ആദ്യം കിഴക്കോട്ട് നോക്കി ഒന്ന് തൊഴും, എന്നിട്ട് തെക്കോട്ട് ഇറങ്ങിയിട്ട് വടക്കോട്ട് ഇറങ്ങി ഗേറ്റ് തുറക്കും. എന്നിട്ട് തെക്കോട്ടൊരു വരവുണ്ട്. എന്നിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തലേദിവസം വെച്ച വിളക്ക് കത്തണ് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എവറസ്റ്റ് കയറിയ ഒരു പ്രതീതിയാണ്. പിന്നെ എന്താ, അതാണ് നമ്മുടെ ആത്മാവിൻ്റെ ചിഹ്നം. ഈ വിളക്ക് നമ്മളിൽ ബാലാഗ്രശതവാകസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണ, അത് കത്തുകയാണ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ എല്ലാറ്റിലും നന്മ കാണുക, കാശിൻ്റെ പിന്നാലെ പോണ്ട. കാശ് തന്നെ വരും, യോഗം ഉണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ വേണ്ട. ആരോഗ്യം തന്നിട്ടില്ലേ മനുഷ്യന്, മര്യാദ പെൻഷൻ ഇല്ലേ, പിന്നെന്താ, ജീവിക്കാനൊക്കെ ധാരാളമാണ്. മക്കളാണെങ്കിൽ നല്ല നിലയിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് അവരെ ഉപദ്രവിക്കാറില്ല. എന്നാൽ അവരൊക്കെ വേണ്ടത് ചെയ്യട്ടോ അല്ലേ, അതുകൊണ്ടല്ല. അപ്പോൾ പറഞ്ഞത് ഇതാണ്, ഏത്, ഈ വണ്ണം എന്നെ ഉൾക്കാമ്പിൽ ഉപാസിക്കും മഹാമതി, അഷ്ടൈശ്വര്യങ്ങൾ മുമ്പായ സർവസിദ്ധിയുമാർ നേടും. സിദ്ധികൾ തന്നെ വരെ, സിദ്ധികളുടെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത്തരം നാനാധാരണാ ക്ലേശമെന്തിനാം, അല്ലെങ്കിൽ ഇത്തരം ഓരോ സിദ്ധികളുടെ പിന്നാലെ എത്ര കാലം തപസ്സനുഷ്ഠിച്ചാലും അതൊക്കെ ഉണ്ടാവുക. ഇതൊന്നുമില്ലാതെ കണ്ട്. അല്ലെങ്കിൽ ഇത്തരം നാനാധാരണാ ക്ലേശമെന്തിനാം, വിജിതേന്ദ്രിയനായുള്ളിൽ എന്നെ ധ്യാനിക്കും ആ വിധം. വിജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ വിജയിച്ചവന് കണ്ണടച്ചാൽ തൻ്റെ മനസ്സിൽ ഭഗവാനെ കാണാൻ പറ്റും. ആ ചൂടറിയുണ്ടല്ലോ, പിന്നെന്താ. അപ്പോൾ അല്ലെങ്കിൽ ഇത്തരം നാനാധാരണ ക്ലേശമെന്തിനാം, വിജിതേന്ദ്രിയനായുള്ളിലെന്നെ ധ്യാനിക്കുമാ വിധം, ഭക്തനു കൈവരാതുള്ള സിദ്ധിയൊന്തുണ്ടു മന്നിതിൽ. ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ആനന്ദം. എനിക്കറിയാം, ഭഗവാൻ പറയണു, ഭക്തനു കൈവരാതുള്ള സിദ്ധിയൊന്തുണ്ടു മന്നിതിൽ. ഈ ഭൂമിയിൽ എന്താ, ഞാൻ കൂടുതൽ പറഞ്ഞ എന്നോട് അധികാരമുള്ളവർ പറയും, എന്തിനാ സാറേ പറഞ്ഞതെന്നെ പറഞ്ഞതെന്ന്. അപ്പം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓരോ വാക്കിലും അതാ പറഞ്ഞത്. SSLC ഓണേഴ്സ് ജയിക്കില്ല, തോൽക്കുക ചെയ്തത്. തോറ്റ സബ്ജക്റ്റ് എഴുതി പാസ്സായി, പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി പാസ്സായി, അത് വേറെ കാര്യം. അപ്പോൾ ഭക്തനു കൈവരാതുള്ള സിദ്ധിയെന്തുണ്ടു മന്നിതിൽ. ഒരാൾ ശ്രീമദ് ഭാഗവതം പറയുക, ദേവീ ഭാഗവതം പറയുക, രാമായണം പറയുക, പിന്നെ ശിവപുരാണത്തിന് ആചാര്യനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? അല്ല. പക്ഷെ ഭക്തനായിപ്പോയി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഗോ ഹെഡ്, എൻ്റെ വായയിൽ ഉള്ളിലിരുന്നിട്ട് ഞാൻ പറയണതാണ് പറഞ്ഞാൽ മതി. ഭഗവാൻ എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരും, അതൊക്കെ അങ്ങ് പറയും. ഇതാണ് സത്യം. അപ്പോൾ ഭക്തന് കൈവരാതുള്ള സിദ്ധി എന്തുണ്ടു മന്നിതിൽ, എന്നാലും അവ സമ്പാദിപ്പതിനോർക്കില്ല ബുദ്ധിമാൻ. ബുദ്ധിമാൻ സിദ്ധികളുടെ പിന്നാലെ പോവില്ല.
കാരണം ഇത് വരുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ജീവിതത്തിൽ കുടുംബത്തിൽ തന്നെ പലവരും എന്നെ ഒരു വഷളനാന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്താ? കാശ് സമ്പാദിച്ചില്ല, എപ്പോൾ നോക്കിയാലും ഭക്തി ഭക്തി ഭക്തി. പക്ഷേ കാര്യങ്ങളോട് വന്നപ്പോൾ ഈ ആമയും മുയലും കൂടി ഓടിയ കൂടുതലായി. ആമ തളരില്ല, മുയൽ തളരും. പറഞ്ഞ മനസ്സിലായില്ല? അതാണ് ലൗകികതയുടെ പിന്നാലെ പോയാൽ ദുഃഖം ഉണ്ടാവുള്ളൂ, ആധ്യാത്മികതയുടെ പോയാലോ ആനന്ദം ഉണ്ടാവുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. വിലയേറുവതാം ആയുഷ്കാലം പോക്കുവതാകയാൽ, അതാണ് വിലയേറിയ ആയുഷ്കാലം. വിലയേറുവതാം ആയുഷ്കാലം പോക്കുവതാകയാൽ വിശുദ്ധമായ ഭക്തിക്കിതെല്ലാം വിഘ്നങ്ങൾ മാത്രമാം. ഈ സിദ്ധികൾ വന്നാൽ ഭക്തി നശിക്കും. അത് ഭഗവാൻ ഇഷ്ടമല്ല. അപ്പോൾ ഭക്തി ഉള്ളവർക്ക് ഭഗവാൻ സിദ്ധി കൊടുക്കില്ല. സിദ്ധിയിൽ അഹങ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രമോഷയോ 10-28 വയസ്സാകുമ്പോഴേക്കും മന്ത്രം ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നേ വരെ അതിന് മുതിർന്നിട്ടുമില്ല, മുതിരുമില്ല. കാരണം ഞാൻ ആരാ? ഭാഗവത ഭക്തദാസനാണ് ഞാൻ. ഭാഗവത ഭക്തന്മാരാകുന്ന നിങ്ങളുടെ ദാസനാണ്. നിങ്ങൾക്ക് മന്ത്രം തരാൻ എനിക്ക് കഴിവില്ല. പിന്നെയോ ഭാഗവതം പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. വേണമെങ്കിൽ സ്വീകരിച്ചോളൂ, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ വിശുദ്ധമായ ഭക്തിക്ക് ഇതെല്ലാം വിഘ്നങ്ങൾ മാത്രമാം. ഇമ്പോർട്ടൻ്റ് ആണ് ശ്ലോകം കേട്ടോ. വെറും പ്രാകൃതരായോർക്ക് നേരം പോകേണ്ട വിദ്യയിൽ മയങ്ങാമർത്യജന്മത്തിൽ മഹത്വം അറിയുന്നവൻ. ഇനി എന്താ വേണ്ടത്? 7 കൊല്ലം പുറപ്പെടാശാന്തിയായിട്ട് ഗുരുവായൂരപ്പനെ സേവിച്ച ആളാണ് ഈ എന്താ പറയുക, ഈ കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട്. വെറും പ്രാകൃതരായോർക്കു നേരം പോക്കേണ്ട വിദ്യയിൽ മയങ്ങാമർത്യജന്മത്തിൽ മഹത്വം അറിയുന്നവൻ. എൻ പ്രാപ്തിയാം മഹാസമ്പത്തിങ്കൽ ആഗ്രഹമാർന്നവൻ. ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നടക്കുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എൻ പ്രാപ്തിയാം മഹാസമ്പത്തിങ്കൽ ആഗ്രഹമാർന്നവൻ മറ്റൊന്നും ഓർക്കില്ല. സബ്സ്ക്രൈബ് ചെയ്തോ, കാശ് വന്നു, അത് പ്രശ്നമല്ല. കാശ് വേറെ വഴിക്കുണ്ടല്ലോ. പിന്നെന്താ? ഓരോ DA കൂടുമ്പോഴും നമുക്ക് കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ 8th പേ കമ്മീഷൻ വരുന്നു അല്ലേ? അപ്പോൾ എൻ പ്രാപ്തിയാം മഹാസമ്പത്തിങ്കലാഗ്രഹമാർന്നവൻ മറ്റൊന്നും നിഷ്കാമ ഭക്തിയല്ലാതെ നിഷ്കാമ ഭക്തി അല്ലാതെ മന്നിതിൽ ജനരഞ്ജനവും ജനങ്ങളെ രഞ്ജിപ്പിക്കുക, അല്ലാണ്ട് അവരുടെ ഇടയിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ട് ഭിന്നിപ്പിക്കലല്ല. ജനരഞ്ജനവും മറ്റും നിമിത്തം പലമട്ടിലും വീണു സംസ്കൃതിയിൽ തന്നെ വീണ്ടും മാഴുക മഹാശയൻ. വീണ് സംസ്കൃതിയിൽ തന്നെ വീണ്ടും ഇനി പുനരഭിജനനം ഇല്ലയെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം എന്നാ. വീണു സംസ്കൃതിയിൽ തന്നെ വീണ്ടും മാഴുക മഹാശയൻ. അവനു മറ്റോനെ മയക്കേണ്ടതില്ലൊരു മട്ടിലും. എന്തൊരു സിമ്പിൾ വേ ഓഫ് ടോക്കാണ്. അവന് മറ്റോനെ മയക്കേണ്ടതില്ലൊരു മട്ടിലും. ഓ മൈ ഗോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാനവിടെ. ഞാനിത് വായിച്ചത് നാട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി എഴുതി വെച്ച കൂടുതൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ 95 എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, എടാ ചെറുക്ക, നീ പ്രൊഫഷണലായിട്ട് പോണ്ട. പറഞ്ഞ മനസ്സിലാവുണ്ടോ? കാശിന് ആക്രാന്ത് കാണിക്കണ്ട, കാശ് തന്നെ വന്നോളും, നമുക്ക് കാശ് ചോദിച്ചിട്ട് പോണ്ട. അതാണ് പറഞ്ഞത്. ജനരഞ്ജനവും മറ്റും നിമിത്തം പലമട്ടിലും വീണ് സംസ്കൃതിയിൽ തന്നെ വീണ്ടും ആഴുക മഹാശയൻ. പിന്നെ പറയണു, അവന് മറ്റോനെ മയക്കേണ്ടതില്ലൊരു മട്ടിലും. തുശല കൊണ്ടുവരൂ, വിളക്ക് കിഴക്കോട്ട് വയ്ക്കൂ, ദക്ഷിണ തരൂ, ആ പരിപാടിയില്ല.
ഐശ്വര്യപൂർണനായിരിക്കുന്ന ബ്രഹ്മചൈതന്യം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിളക്ക് വെച്ചിട്ട് ആൾക്കാരെ പൂജിപ്പിക്കണോ? ഐശ്വര്യ പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജ ചെയ്താൽ ഐശ്വര്യം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 50 രൂപ ആചാര്യനും 50 രൂപ കമ്മിറ്റിക്കും പോയി എന്നല്ലാണ്ട് അവിടെയാണ് പ്രശ്നം. അപ്പം എന്തായി അവൻ അപ്പോൾ പറഞ്ഞു, ആകയാൽ എന്നെ ഓർത്തം കൊണ്ടെന്നും ആനന്ദമഗ്നനാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും എന്താണ്? ആനന്ദമഗ്നനാം. ആനന്ദത്തിൽ മുങ്ങിത്താഴുന്നവന് പിന്നെന്താ ആനന്ദം? പരമാനന്ദത്തിൽ മുങ്ങിത്താഴുന്നവൻ ആനന്ദം വേണ്ട. ആ പരമാനന്ദമാണ് അവൻ അനുഭവിക്കുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സിഗുനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.